നടത്തുകയാണ് അല്ലെങ്കിൽ കരാർ ലംഘിച്ച് വീണ്ടും ഞങ്ങളോട് അക്രമം കാണിക്കുകയാണെങ്കിൽ ഞങ്ങൾ നോക്കി നിൽക്കില്ല, നിങ്ങളെ തീർത്ത് കളയും. ഇത് ഹിസ്ബുള്ളയുടെ ഒരു ഭീഷണി മുന്നറിയിപ്പാണ്. അതായത് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘനം തുടർന്നാൽ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് തിരിച്ചടിക്കുമെന്നും തീർക്കുമെന്നുമാണ് ഹിസ്ബുള്ള പറഞ്ഞിരിക്കുന്നത്. തിരിച്ചടി ഇസ്ലാമിക പ്രതിരോധ പ്രസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും ഹിസ്ബുള്ള ഡെപ്യൂട്ടി മേധാവ് മഹ്മൂദ് ഖുവാമത്തി പറഞ്ഞിരിക്കുകയാണ്. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ടും ഇസ്രയേല് ലബനനിൽ നിരന്തരം വ്യോമാക്രമണം നടത്തുന്ന പശ്ചാത്തലത്തിലാണ് ഹിസ്ബുള്ളയുടെ ഈ ഒരു കടുത്ത പ്രതികരണം അല്ലെങ്കിൽ ഭീഷണി എന്ന് പറയുന്നത്. ഇസ്രയേലിന്റെ കരാർ ലംഘനത്തെ മധ്യസ്ഥരായിട്ടുള്ള US-ഉം ഫ്രാൻസും നിസാരവൽക്കരിക്കുകയാണെന്നും മഹ്മൂദ് പറഞ്ഞിട്ടുണ്ട്. അതിനാലാണ് നേരത്തെ ഇസ്രയേലി സൈനിക താവളത്തെ ആക്രമിക്കേണ്ടി വന്നത്. ഇനി വീണ്ടും നിങ്ങൾ ഈ ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ ഇസ്രയേലി ഈ ഒരു വ്യോമതാവളം മാത്രമല്ല പലയിടങ്ങളിലും ഞങ്ങൾ ഇനിയൊരു വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുമെന്ന് തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഈ വെടിനിർത്തൽ കരാർ ഫലപ്രദമായിട്ട് നടപ്പാക്കാനുള്ള സംവിധാനമൊന്നും നിലവിൽ ഞങ്ങൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ കരാർ പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ രൂപീകരിച്ച കമ്മിറ്റിയുമായിട്ട് സംസാരിക്കാൻ കാത്തിരിക്കുകയാണ്. ഇനി ഒരു പക്ഷേ ഇതുവരെയുള്ള ആ ഒരു പ്രവർത്തനങ്ങൾ തൃപ്തികരമല്ല, അതുകൊണ്ട് തന്നെ അധികകാലം കാത്തിരിക്കാൻ തയ്യാറല്ല എന്നും യുദ്ധം പുനരാരംഭിക്കാൻ ഒരുങ്ങുകയാണ് എന്നുമാണ് മഹ്മൂദ് പറഞ്ഞിരിക്കുന്നത്. വലിയ രീതിയിലുള്ള യുദ്ധങ്ങൾക്കൊടുവിലായിരുന്നു ഈ ഫ്രാൻസും UN-ഉം ഒക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഒരു മധ്യസ്ഥ നിന്ന് അവസാനം ഒരു കരാറിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒപ്പുവെക്കുന്നത്. അതായത് 6 മാസത്തേക്ക് 60 ദിവസത്തേക്ക് വെടിനിർത്തലിന് വേണ്ടിയിട്ട് ഒപ്പുവെക്കുന്നു. അതായത് ഈ ഒപ്പുവെച്ചതിന് ശേഷം തന്റെ കലിപ്പ് തീർക്കാൻ നെതന്യാഹു കണ്ടെത്തിയ മറ്റൊരു മാർഗമായിരുന്നു ഹമാസ് എന്ന് പറയുന്നത്. ഹമാസിനെ എത്രത്തോളം ദ്രോഹിക്കാവോ അത്രത്തോളം ദ്രോഹിച്ച് ഹിസ്ബുള്ളയോടുള്ള കലിപ്പ് വീണ്ടും തീർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് കണ്ടു നിൽക്കാൻ ഹിസ്ബുള്ളയ്ക്കാകില്ല. ഹിസ്ബുള്ള ഉറപ്പായിട്ടും തിരിച്ചടിക്കും. അത് തന്നെയാണ് സംഭവിച്ചത്. ഹിസ്ബുള്ള ഇങ്ങനെ തുടരെ ആക്രമണം നടത്തി അവസാനം അവിട്ടുപൊട്ടിക്കുന്നത് ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നെഞ്ചിലേക്കാണ്. അതായത് ഇസ്രയേലിന് വലിയ രീതിയിലുള്ള ആക്രമണം ഹിസ്ബുള്ള നടത്തുന്നത് എവിടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യോമതാവളങ്ങൾ, ഈ IDF അത്യാധുനിക സാധനങ്ങൾ നിർമ്മിക്കുന്ന ആ ഒരു നിർമ്മാണ കമ്പനിയിലേക്കൊക്കെയാണ് ഹിസ്ബുള്ളയുടെ ഡ്രോൺ പോകുന്നത്. എന്നാൽ തിരിച്ച് ഇസ്രയേൽ നടത്തുന്ന വംശഹത്യ എന്ന് പറയുന്നത് അവിടുത്തെ സാധാരണ ജനങ്ങളും ഹോസ്പിറ്റലുകളും സ്കൂളുകളും കുട്ടികളൊക്കെ താമസിക്കുന്ന കെട്ടിടങ്ങളും സാധാരണക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്കാണ്. എന്നാൽ ഹിസ്ബുള്ള തിരിച്ച് നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. IDF-നെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുകയാണ്. കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു IDF ഇല്ലാത്തൊരവസ്ഥയാണ്. അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിന് സൈനികരില്ല. ആ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് വീണ്ടും ഹിസ്ബുള്ള തൻ്റെ വലിയൊരു ഭീഷണി ഈ ഇസ്രയേലിന് മുന്നിൽ ഉയർത്തുന്നത്. ഇത് കണ്ടിട്ട് ഭയന്നിരിക്കുകയാണ് മറ്റ് രാജ്യങ്ങളും. കാരണം രണ്ടുപേരെയും കൂടി എങ്ങനെയെങ്കിലും സമാധാനിപ്പിച്ച് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് കൊണ്ടുപോകാമെന്ന് വെച്ചപ്പോൾ അവിടെ നെതന്യാഹു വലിയ രീതിയിലുള്ള ആക്രമണം തൊടുത്തുവിട്ടു. ഇത് കണ്ടു നിൽക്കാൻ ഹിസ്ബുള്ളയ്ക്ക് ഒരിക്കലും കഴിയില്ല. കാരണം അവരുടെ ആൾക്കാരെ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കും. സ്വന്തം നേതാവ് പോലും നഷ്ടപ്പെട്ടിട്ട് പിന്തിരിയാത്ത കൂട്ടങ്ങളാണ് ഹിസ്ബുള്ള എന്ന് പറയുന്നത്. കാരണം അത്രമേൽ ക്രോധം ഈ നെതന്യാഹുവിനോടും ഇസ്രായേലിനോടും ഉണ്ട്. അതുകൊണ്ട് അവർ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഒരിക്കലും തയ്യാറായിട്ടില്ല, ഇനി തയ്യാറാവുകയുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഭീഷണി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അത് ഈ എത്രത്തോളമാണ് നെതന്യാഹുവിനെ ബാധിക്കുന്നത് എന്നതിന് കണ്ടറിയണം. കാരണം ഹിസ്ബുള്ളയെ ഇതിനു മുമ്പ് ഇതുപോലെ വലിയൊരു ഭീഷണി മുഴക്കിയതിന് ശേഷമായിരുന്നു ഇവരുടെ വ്യോമതാവളങ്ങളും രണ്ടാമത് ഈ ബെഞ്ചമിൻ നെതന്യാഹു കടന്നുറങ്ങുന്ന കിടപ്പറ വരെ ഡ്രോൺ ആക്രമണം നടത്തിയത്. ഒരു IDF-ന്റെ കണ്ണിലും പെടാതെയുള്ള ഡ്രോൺ ആക്രമണം. അത് ആശ്ചര്യമാണ്. കാരണം അത്രയേറെ സുരക്ഷ ഉണ്ട് എന്ന് ശരിക്കും പറയപ്പെടുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടെ അത്ര സുരക്ഷയില്ല എന്ന് വേണം പറയാൻ. അല്ലെങ്കിൽ എത്ര തവണയാണ് ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ ഈ ഒരു IDF-നെയൊക്കെ വെട്ടിച്ച് ഇസ്രയേലിലേക്ക് പോകുന്നു, ടെല്ലവീവിലേക്ക് പോകുന്നു, ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു, തുടരെ സൈറൺ മുഴങ്ങുന്നു. ഇതൊക്കെ സംഭവിക്കുന്നത് അവിടുത്തെ IDF-ന്റെ വീഴ്ച ഉണ്ട് എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുന്നതാണ്. IDF-ന്റെ വീഴ്ച എന്ന് പറയുന്നത് അവിടെ വെൽ പ്രാക്ടീസ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല അവിടെ ഉള്ളത്. അവിടെ സാധാരണ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ തോക്ക് നേരെ പിടിക്കാൻ പോലും കഴിയാത്ത നിരവധി സൈനികർ ഈ IDF-ലേക്ക് ചെന്നിട്ടുണ്ട്. അവരെ യുദ്ധപോർമുഖത്ത് നിൽക്കുമ്പോൾ ജീവൻ പൊലിയുന്നതല്ലാതെ വേറൊരു കാര്യം അവിടെ ഇസ്രയേലിന് എടുക്കാൻ കഴിയുന്നില്ല. ഇസ്രായേൽ വലിയ രീതിയിലുള്ള വാചകങ്ങളൊക്കെ പറയുന്നുണ്ട് എങ്കിലും അവർക്ക് അവിടെ ഒരു പരാജയം തന്നെയാണ് ഉണ്ടാകുന്നത്. കാരണം അവർ കരുതുന്നത് എത്ര നേതാക്കളെ കൊന്നാലും ഒരുപക്ഷെ ഹിസ്ബുള്ള കീഴടക്കാമെന്നാണ്. പക്ഷേ ഇത്രയധികം നേതാക്കൾ മരിച്ചിട്ട് പോലും ഹിസ്ബുള്ള ഒരിക്കലും ഇസ്രായേലിന് കീഴടക്കാൻ കഴിഞ്ഞിട്ടില്ല, അത് കഴിയുകയുമില്ല.
അങ്ങനെ തന്നെയാണ് യുദ്ധം പോകുന്നത്. ഇതിനിടയിലാണ് ഈ നെതന്യാഹു കരാർ ലംഘിച്ചു വന്നത്. ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ഒരാക്രമണം ഓൾറെഡി കഴിഞ്ഞിരുന്നു, വീണ്ടും ഭീഷണിയായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതായത് ആദ്യം നെതന്യാഹു ഇങ്ങോട്ടേക്ക് ഒരു യുദ്ധം തൊടുത്തുവിട്ടു, തിരിച്ച് ഹിസ്ബുള്ള അടിച്ചു, വീണ്ടും നെതന്യാഹു തൊടുത്തുവിട്ടു. ഇനി വലിയൊരു പ്രഹരം നിങ്ങൾക്ക് ഞങ്ങൾ തരുമെന്ന് ഒരു ഭീഷണി മുഴക്കിക്കൊണ്ട് വീണ്ടും ഈ ഇസ്രയേലിന് മുന്നിലേക്ക് ഹിസ്ബുള്ള വരുമ്പോൾ വീണ്ടും പേടിക്കുകയാണ് ഈ പാശ്ചാത്യ രാജ്യങ്ങളും. ഇതെല്ലാം നടക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു കാര്യവും കൂടിയുണ്ട്. അതായത് ഈ വംശഹത്യ കുറ്റകൃത്യമാണെന്ന് ചൂണ്ടിക്കാണിച്ച് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ റിപ്പോർട്ടും വന്നിട്ടുണ്ട്. 14 മാസമായിട്ട് തുടർന്ന സംഘർഷത്തിനൊടുവിലാണ് ഈ ലോകത്തിലെ ഏറ്റവും പ്രധാന മനുഷ്യാവകാശ സംഘടനയായിട്ടുള്ള അല്ലെങ്കിൽ സംഘടന ഇത്തരത്തിലൊരു അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. 2023 ഒക്ടോബർ മുതൽ 2024 ജൂലൈ വരെ ഗസയിൽ നടന്ന സംഭവങ്ങൾ പരിശോധിക്കുന്ന 32 പേജുള്ള റിപ്പോർട്ടാണ് വ്യാഴാഴ്ച പ്രസിദ്ധീകരിച്ചത്. ഇതും ഇസ്രായേലിന് തലവേദനയാവുകയാണ്. ഇനി ഗസ മുൻപയിലെ 2.25 ദശലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്കെതിരെ ഇസ്രായേൽ അഴിച്ചുവിട്ട ആക്രമണം അവിടുത്തെ പ്രദേശവാസികളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോട് തന്നെയാണ് ആംനസ്റ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേലിനെതിരെ ആരംഭിച്ച സംഘർഷം ഇസ്രയേൽ യുദ്ധമായി ഏറ്റെടുക്കുകയായിരുന്നു. ഈ സയനിസ്റ്റ് ഭരണകൂട വംശഹത്യയെ ന്യായീകരിക്കരുത് എന്നും ആംനസ്റ്റിയുടെ റിപ്പോർട്ടിൽ കർശനമായിട്ട് പറയുന്നുണ്ട്. അവരും ഒരു കർശന നിലപാടിലേക്ക് പോവുകയാണ്, ഇസ്രയേലിനെതിരെ തിരിയുകയാണ്. ഗസയിലെ ജനങ്ങൾക്ക് നേരെ നിരോധിത പ്രവർത്തനങ്ങളാണ് ഇസ്രയേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും പറയുന്നുണ്ട്. അതായത് കൊല്ലുക, ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ ശാരീരികമോ മാനസികമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാക്കുക, പിന്നെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ബോധപൂർവം നശിപ്പിക്കുക തുടങ്ങിയ ഫലസ്തീനിലെ ജനങ്ങളെ എത്രത്തോളം നശിപ്പിക്കാവോ അത്രത്തോളം കാര്യം ബോധപൂർവം അല്ലെങ്കിൽ ഉദ്ദേശത്തോടെയാണ് ഇസ്രായേൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് എന്ന് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരുടെ മുന്നിലും ഈ ഇസ്രായേലിന്റെ നയം നാണം കെട്ട് നാറുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടാവുകയാണ്. ഈ ഗസ മുൻപിലെ യുദ്ധപ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് ആഗോള ശ്രദ്ധ ആകർഷിക്കുന്നതുമാണ്. അതായത് പലരും പറയാൻ വെച്ച കാര്യം ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. ഇസ്രായേലിന്റെ നടപടികളെ വംശഹത്യക്ക് തുല്യമെന്ന് പറഞ്ഞ് അന്താരാഷ്ട്ര നിയമങ്ങളും മനുഷ്യാവകാശ ലംഘിക്കപ്പെടുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഈ കണ്ടെത്തൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. ആംനസ്റ്റിയുടെ റിപ്പോർട്ട് ഇസ്രായേൽ സർക്കാരിന്റെ നടപടികളെ നിരീക്ഷിക്കുകയും വംശഹത്യക്കെതിരായിട്ടുള്ള കർശന അന്താരാഷ്ട്ര ഇടപെടലുകൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര സമൂഹം ഗൗരവമായിട്ട് പരിഗണിച്ച് അതിന് സമാധാനത്തിനുള്ള ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതാണ് എന്നും പറയുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ ഇസ്രായേലിന് രണ്ടാമത് വന്നിരിക്കുന്ന ഒരു തിരിച്ചടി എന്ന് പറയുന്നത്. നാനാഭാഗത്തും ഓരോ പ്രശ്നങ്ങളുണ്ട്. നേരത്തെ അറസ്റ്റ് വാറന്റ് ഉണ്ട്, ഇപ്പം മറ്റു രാജ്യങ്ങളിൽ കയറി കഴിഞ്ഞാൽ അപ്പം തന്നെ അറസ്റ്റ് ചെയ്ത് കൊടുക്കും എന്നുള്ളൊരു ഭീഷണിയും ഉണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഹിസ്ബുള്ള വീണ്ടും വരുന്നത്. ഇനി വേറൊരു കാര്യം പറയാൻ, റഷ്യ അപ്പുറത്ത് അമേരിക്കയുമായിട്ടൊരു യുദ്ധത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏത് നിമിഷവും ഇസ്രായേലിനെ അത് ബാധിക്കാം. അതും ഒരു കാര്യമായിട്ട് എടുക്കുന്നുണ്ട് ഇസ്രായേൽ. കാരണം ഈ അമേരിക്ക യുക്രൈനെ വെച്ചിട്ട് റഷ്യനെ പരാജയപ്പെടുത്താൻ നോക്കുകയാണ്. പക്ഷെ അതൊരിക്കലും നടക്കത്തില്ല. കാരണം ഇവരെത്ര കാര്യങ്ങൾ ചെയ്ത് യുക്രൈനിലേക്ക് തൊടുത്തു വിട്ടു കഴിഞ്ഞാലും അത് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം റഷ്യയെ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു സംഭവമാണ്. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നാണ് പറയേണ്ടത്. ഇനി അത് നടന്നാൽ അതൊരു ചിലപ്പോൾ അത്ഭുതമായിരിക്കാം. എന്നിരുന്നാലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ റഷ്യ ഉറ്റുനോക്കുന്ന രാജ്യം അമേരിക്കയാണ്. ഈ അമേരിക്കയുടെ കൂട്ടുകെട്ടാണ് ഇസ്രയേൽ. ഇസ്രയേലിനും അവിടെ റഷ്യയിൽ നിന്നൊരു പണി വരുന്നുണ്ട്. ഇനി ഇത് കഴിയുകയാണെങ്കിൽ ഉത്തര കൊറിയ, ഇറാൻ ഇങ്ങനെ നീണ്ടു നിവർന്നു നടക്കുകയാണ് മറ്റു രാജ്യങ്ങൾ. അതായത് ശക്തരായിട്ടുള്ള എല്ലാ കൂട്ടരും കൂടി ഒരുമിച്ച് ഒന്ന് തിരിഞ്ഞടിച്ചാൽ തീരാവുന്ന ഒരു ചെറു രാജ്യവും അതോടൊപ്പം കൂട്ടുപിടിക്കുന്ന അമേരിക്ക. ഇവിടെയാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ഒരു കടുത്ത ഭീഷണി മുഴങ്ങിയിരിക്കുന്നത്. എന്നിരുന്നാലും കണ്ടറിയാം ഇതിനി എങ്ങോട്ടേക്കായിരിക്കും അടുത്ത യുദ്ധത്തിൻ്റെ ഒരു അവസ്ഥ നീങ്ങുക എന്നുള്ളത്.